നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പവർ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ഒരു വാക്കാണല്ലോ പവർ ഗ്രൂപ്പ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്ക് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഞാൻ പക്ഷേ ഇത് സിനിമാ മേഖലയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമോ അങ്ങനെയൊന്നും അല്ല. ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള ടേമും കൺസെപ്റ്റും അതിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അനൗദ്യോഗികമായിട്ട്, അനധികൃതമായിട്ട്, നൈതികതയ്ക്കെതിരായിട്ട് ചില പ്രത്യേക പോക്കറ്റ്സിൽ, അതിപ്പോൾ വ്യക്തികളോ സംഘങ്ങളോ എന്തോ ആവാം, അവിടെ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നതിനെയും അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതിനെയും വേണം നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ മേഖലയിലുള്ളൊരു കാര്യമാണ് അല്ലേ? സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലായിടത്തുമുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു റിയാലിറ്റി നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഇതൊരു ഇല്ലാത്ത കാര്യമല്ല, ഒരു മേഖലയിൽ മാത്രം റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനോടൊപ്പം തന്നെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ഉട്ടോപ്യൻ ആശയത്തെയും ആദ്യം നമ്മൾ മറികടക്കണം. ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നൊരിക്കലും അർത്ഥമില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നേരിടണം. തെറ്റായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നേരിടണം. അതല്ലേ വേണ്ടത്? അതെ. അപ്പോൾ ചില ജനറൽ പോയിന്റ്സ് ആണ് പറയുന്നത്. ആദ്യമായിട്ട് ഈ പവർ ഗ്രൂപ്പ് പ്രവണതയെ ചെറുക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഒബ്ജക്റ്റിവിറ്റിയാണ്. ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ എങ്ങനെയാണ് ആളുകളെ പരിഗണിക്കുക, അവർക്ക് എന്ത് ബേസിസിലാണ് അവസരങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് കൊടുക്കുക എന്നുള്ളതിന് മാക്സിമം ഒബ്ജക്റ്റിവിറ്റി വേണം. ഒബ്ജക്റ്റീവായിട്ടും സബ്ജക്റ്റീവായിട്ടും കാര്യങ്ങളുണ്ടാവാം. ഒരു കാര്യത്തിൽ സബ്ജക്റ്റിവിറ്റി കൂടുന്തോറും അതിൽ ഈ പറഞ്ഞ പോലെ പവർ ഗ്രൂപ്പ്സും വേറെ രീതിയിലുള്ള ഇൻഫ്ലുവൻസും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഒബ്വിയസ്ലി ഒബ്ജക്റ്റിവിറ്റിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യരുടെ കേസിൽ അവർക്ക് സ്വന്തമായ തിരഞ്ഞെടുപ്പുകൾ വേണ്ട അവസരങ്ങളിൽ മെഷറബിൾ അല്ലാത്ത കാര്യങ്ങളുടെ കേസിലൊക്കെ നമുക്കൊരു പരിധിവരെ സബ്ജക്റ്റിവിറ്റി ഇല്ലാതെ കഴിയില്ല. എന്നാലും ഓരോ മേഖലയും ഓരോ സിനാരിയോയും അനുവദിക്കുന്നതനുസരിച്ച് പരമാവധി ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അല്ലേ? ഇപ്പോൾ തന്നെ നമ്മുടെ ജോലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ സിസ്റ്റത്തിൻ്റെ വലിയൊരു സപ്പോർട്ടറല്ല ഞാൻ. കാര്യം ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലൂടെ ആളുടെ ടെമ്പറമെൻറ്റും പല കാര്യങ്ങളും അറിയാൻ പറ്റുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ ഈ അനധികൃത നിയമനങ്ങളെല്ലാം കൂടിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇൻ്റർവ്യൂ എന്നത് ബയാസസിന് പ്രകടമാക്കാനുള്ള ഒരു ഈസി ഔട്ട്ലെറ്റേ പലപ്പോഴും ആവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും റിട്ടൺ എക്സാമുകളും നമുക്ക് മെഷറബിൾ ആയ ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഫാക്ട്സ് വഴി ജോലി അവസരങ്ങൾ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞങ്ങളുടെ എൻട്രൻസ് എക്സാം തന്നെ നീറ്റ് ഒബ്ജക്റ്റീവ് എക്സാമാണ്, നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതിൻ്റെ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ വേറെ, അതല്ല വിഷയം. ശരിക്കും നടത്തിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് എക്സാമിന് കുറേ പരിമിതികളുണ്ടെങ്കിലും അതിനൊരു വലിയ ഗുണമുണ്ട്. നമുക്കത് ഈസിലി മെഷറബിൾ ആൻഡ് റീപ്രൊഡ്യൂസിബിൾ ആണ് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും അഴിമതി നടന്നാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു സബ്ജക്റ്റീവ് ടെസ്റ്റിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. സോ ഒബ്ജക്റ്റിവിറ്റി, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം, പോയിന്റ് ഇതിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റിവിറ്റി കഴിയുന്നത്ര കൊണ്ടുവരിക. രണ്ടാമത്തെ ട്രാൻസ്പെറൻസി, സുതാര്യത എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും രഹസ്യാത്മകത കൂടുന്തോറും അതിൽ തെറ്റായ പ്രവണതകൾ വരാനും അഴിമതി, സ്വജനപക്ഷപാതം, ശക്തി കേന്ദ്രീകൃതമായ പവർ ഗ്രൂപ്പ്സ് ഇതെല്ലാം വരാനുള്ള സാധ്യത കൂടും. സോ മാക്സിമം കഴിയുന്നത്ര ട്രാൻസ്പാരൻസി എല്ലാ കാര്യങ്ങളിലും വേണം. അല്ലേ? പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, പൊതുവായ റിസോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അതിൽ ട്രാൻസ്പെറൻസി വേണം. ട്രാൻസ്പെറൻസിനെ പല ടെക്നിക്കൽ കാര്യങ്ങൾ ഉപയോഗിച്ച് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. നിയമത്തിൻ്റെ കാര്യം പറഞ്ഞും നിയമങ്ങളെ വ്യാഖ്യാനിച്ചും പല രീതിയിലുള്ള സ്പെഷ്യൽ എക്സെപ്ഷൻസ് കൊടുത്തും നമുക്കതിലൊരു പ്രത്യേക കഴിവുണ്ട്. എല്ലാ നിയമവും നമ്മൾ എഴുതിയുണ്ടാക്കും, എന്നിട്ട് അതിന് ചെറിയ എക്സെപ്ഷൻസ് കൊടുക്കും. ഇതിന് അത് ബാധകമല്ല, അത് പാടില്ല. ട്രാൻസ്പെറൻസി വേണം. എക്സെപ്ഷൻസ് കഴിവതും കുറയ്ക്കുക, ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ മിനിമൽ ആക്കുക വിത്ത് വെരി വാലിഡ് റീസൺ. വെരി വാലിഡ് റീസൺ ഇല്ലാതെ ഒരാളെ ഒന്നിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. മൂന്നാണ് അക്കൗണ്ടബിലിറ്റി, ഓഡിറ്റിംഗ് എന്ന് പറയാം. ഏതൊരു കാര്യം നടപടിയും നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. അതിപ്പോൾ ഫിനാൻഷ്യൽ ഇടപാടുകളിൽ ഓഡിറ്റിംഗ് ആവാം, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അതത് മേഖലയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ഓഡിറ്റിങ്ങും അക്കൗണ്ടബിലിറ്റിയും വേണം അല്ലേ? ഞങ്ങളുടെ മെഡിക്കൽ ഫീൽഡിൽ ക്ലിനിക്കൽ ഓഡിറ്റ് പോലത്തെ കാര്യങ്ങളുണ്ട്. അതിലെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അത് ഓരോ മേഖലയിലും പറ്റുന്ന രീതിയിൽ അക്കൗണ്ടബിലിറ്റിയും ഓഡിറ്റിങ്ങും വേണം. തങ്ങൾ ചെയ്ത പ്രവൃത്തികൾക്ക് അത് വിലയിരുത്തപ്പെടും. അതിൻ്റെ ഒരു മറുപടി പറയേണ്ട സ്ഥലങ്ങളിൽ തങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിക്കോ ഒരു സംഘത്തിനോ ഉണ്ടെങ്കിൽ അവർ തെറ്റ് കാണിക്കാനുള്ള പ്രവണതകൾ കുറയും. ഇല്ലാതാവുന്നില്ല, കുറയും. അതിനെ മറികടക്കാനുള്ള കള്ളത്തരങ്ങൾ പലരും കണ്ടുപിടിക്കുമെങ്കിലും ആ പ്രവണത കുറയും. സോ ഏതെങ്കിലും സിസ്റ്റം നോൺ അക്കൗണ്ടബിൾ ആണെങ്കിൽ, നോൺ ഓഡിറ്റബിൾ ആണെങ്കിൽ അതിൽ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. സോ അക്കൗണ്ടബിലിറ്റി ഓർ ഓഡിറ്റിംഗ് എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പൊതുജനങ്ങളെക്കുറിച്ചാണ്, മെമ്മറി. നമുക്ക് നല്ല മെമ്മറി വേണം. വ്യക്തികളെന്ന നിലയ്ക്കും സംഘടനകളെന്ന നിലയ്ക്കും നമുക്ക് നല്ല മെമ്മറി വേണം. തെറ്റായ പ്രവണതകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കഴിയുന്ന രീതിയിൽ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിപ്പോൾ നമ്മുടെ വോട്ടവകാശമാവാം, നമ്മുടെ പ്രതികരണങ്ങളാവാം, എന്തുമാവാം. ഈ ഒരു മെമ്മറി കുറഞ്ഞിരിക്കുന്ന
വളരെയധികം ഓർമ്മ കുറഞ്ഞൊരു സമൂഹമാണ് പലപ്പോഴും പലതരം തെറ്റുകളും ചെയ്യാനായിട്ട് പലർക്കും ഒരു എന്താ പറയുക എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു റീസൺ ആവുന്നത്. കാര്യം ഇവരെല്ലാം മറന്നുകൊള്ളും എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഒരു ലോങ് മെമ്മറി എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ ദ ഫോർത്ത് പോയിന്റ് ഈസ് മെമ്മറി. പിന്നെ അടുത്തത് ഫിയർ ഓഫ് ലോ, നിയമ സംവിധാനത്തിന് ഭയം വേണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. തെറ്റുകൾ ചെയ്താൽ അത് കണ്ടുപിടിക്കപ്പെട്ടാൽ ശക്തമായ പണിഷ്മെന്റ് ഉണ്ടാവും എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും തെറ്റുകൾ കുറയും. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് റെസ്ട്രിക്ട്സ് ക്രൈംസ് അറ്റ് ഓൾ ലെവൽസ് എന്നുള്ളതാണ്. ക്രൈംസ് എന്നുള്ളതിൽ വകതിരിവുകളും എല്ലാം പെടും. സോ ഫിയർ ഓഫ് ലോ. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യകതയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് കിടക്കണില്ല. പിന്നെ ഉള്ളത് ഡീമിസ്റ്റിഫിക്കേഷൻ. ഇത് സിനിമാ മേഖല പോലത്തെ ചില മേഖലകളിൽ കൂടുതൽ ആപ്ലിക്കബിൾ ആണ്. അതായത് സിനിമാ താരങ്ങളെയും സിനിമാ മേഖലയിലുള്ളവരെയും സ്പോർട്സ് താരങ്ങളോ ആരും ആയിക്കോട്ടെ, അവരെ ഒരു മിസ്റ്ററി എലമെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർ അവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. ആ ജോലിയുടെ ബേസിസുള്ള പ്രശസ്തിയും പേരും ഒക്കെ അവർക്ക് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂ, ഒരു വ്യക്തി എന്ന നിലയിലുള്ള വാല്യൂ എനിക്കും അവർക്കും നിങ്ങൾക്കും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഇത് നമ്മളെ കൊണ്ടൊന്ന് മിസ്റ്റിഫൈ ചെയ്ത് അവരെ എങ്ങനെ മുകളിൽ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ആരെയാണെങ്കിലും, സിനിമാക്കാരാണെങ്കിലും ആരാണെങ്കിലും. ഇപ്പോൾ ഈ ഡീമിസ്റ്റിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓറ കുറയും. ഓറ കുറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള മത്സരങ്ങളും പല കാര്യങ്ങളും കുറയും. അതിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ബേസിസിലുള്ള പലതരത്തിലുള്ള ചതികളും അതിന് വേട്ടക്കാരും ഇരകളും എല്ലാം മാറി ചിന്തിക്കുന്നതിലേക്ക് കാരണമാകും. അപ്പോൾ ഡീമിസ്റ്റിഫിക്കേഷൻ പ്രധാനമാണ്. ദ മോർ ദ മിസ്റ്റിഫിക്കേഷൻ, മോർ ദ ഓറ, ദ മോർ വി ട്രൈ ടു റീച്ച് ഇൻ ടു ദാറ്റ്, ദ മോർ ദ ലൈക്ലിഹുഡ് ഓഫ് ഹാവിങ് പവർ സെൻറ്റേഴ്സ്, അല്ലേ? പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. ഇത് ഒരു വ്യക്തിയിലോ ഒരു കുറച്ച് പേരിലോ അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പവർ ഗ്രൂപ്പുകൾക്കുള്ള റൈറ്റ് സിനാരിയോ ആണ്. സോ കഴിയുന്നത്ര ഞാൻ പറയുന്നു, കാര്യം ഓരോ മേഖലയിലും ഓരോ രീതിയിലാണ്. കഴിയുന്നത്ര ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇത് എല്ലായിടത്തും എപ്പോഴും പറ്റില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ചില സമയത്ത് നമുക്ക് ചില പരിധിവരെ സെൻട്രലൈസേഷൻ വേണം, ഇല്ലെങ്കിൽ പോളിസി പാരാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതും ഒട്ടും മറക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഓരോ ഫീൽഡിനും ചേർന്ന രീതിയിലാക്കണം എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ. പിന്നെ മിനിമലൈസേഷൻ ഓഫ് ഹിഡൻ സ്വാർഡ്സ്, അതായത് ഡെമോക്ലിസിൻ്റെ വാള് പോലെ ഇപ്പോൾ ഒരു അധികാര കേന്ദ്രത്തെ നമ്മൾ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ, അതിനെതിരെ വിരലനക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. ചിലത് ഒബ്വിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ഹാം ഉൾപ്പെടെയുള്ള ഒബ്വിയസ് മാർഗ്ഗങ്ങൾ, അതിനെ നമുക്ക് നിയമ സംവിധാനവും പല രീതിയിൽ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളത് പലപ്പോഴും ഹിഡൻ മാർഗ്ഗങ്ങളാണ്. അവരുടെ ജോലിയുടെ ഭാഗമായോ വേറെ രീതിയിലോ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹിഡൻ അവസരങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള ഹിഡൻ അവസരങ്ങൾക്കുള്ള സ്കോപ്പ് പരമാവധി കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ നിയമങ്ങളും സംവിധാനങ്ങളും നമ്മുടെ ഒരു സമൂഹ മനസാക്ഷിയും എല്ലാം, അല്ലേ? പരാതിപ്പെട്ട ഒരാൾക്കെതിരെ വേറെ പല ഇതുകൾ വരിക തുടങ്ങിയ പല രീതിയിലും ഈ ഹിഡൻ സോർട്സ് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഓരോ കേസിലും ഇത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഇതിനുള്ള സ്കോപ്പ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതും പ്രധാനമാണ്. പിന്നെ എട്ടാമത്തെ, ഒബ്വിയസ്ലി ദ ഫൈനൽ സൊല്യൂഷൻ, ബി ബെറ്റർ ഹ്യൂമൻസ്. നമ്മൾ കൂടുതൽ നല്ല മനുഷ്യരായാൽ പല പ്രശ്നങ്ങളും, ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷെ ഇത് നമുക്ക് ഹൈലി സബ്ജക്റ്റീവായിട്ടുള്ളൊരു സൂക്ഷ്മമായ പോയിന്റാണ്. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പമുള്ള വഴി ഇത്, ഏറ്റവും നല്ല വഴി, ഏറ്റവും ഹോളിസ്റ്റിക് ആയ വഴി ഇതായിരുന്നിട്ട് പോലും ഇതിനെ അവസാനത്തേക്ക് വെച്ച് ഇത് കാരണമാണ്. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയ ഒരു കോമൺ കാര്യമാണ്. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ, അല്ലേ? പക്ഷേ എന്ന് വെച്ച് നമുക്ക് നിയമങ്ങളില്ലാതിരിക്കാൻ കഴിയില്ല. കാര്യം നല്ല മനുഷ്യരാകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നടത്തണം. നമുക്ക് അതിനെ മാത്രം റിലേ ചെയ്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രധാനമാണ്, ഏറ്റവും നല്ല മെത്തേഡാണ്. പക്ഷേ ഇത് മാത്രം പോരാ, ഇതിനെ കാത്ത് മറ്റുള്ളവയ്ക്ക് വെയിറ്റ് ചെയ്യാനും കഴിയുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് പവർ ഗ്രൂപ്പുകളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. 1 ഒബ്ജക്റ്റിവിറ്റി, 2 ട്രാൻസ്പെറൻസി, 3 അക്കൗണ്ടബിലിറ്റി ഓർ ഓഡിറ്റിംഗ്, 4 മെമ്മറി, 5 ഫിയർ ഓഫ് ലോ, 6 ഡീമിസ്റ്റിഫിക്കേഷൻ, 7 ഡീസെൻട്രലൈസേഷൻ, 8 ഏഴാമത്തെ മിനിമലൈസേഷൻ ഓഫ് ഹിഡൻ സോർട്സ്, ലാസ്റ്റ് 8 ബീങ് ഗുഡ് ഹ്യൂമൻസ്. അപ്പോൾ 8 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ജനറലൈസ് പോയിന്റ്സ് ആണ്. ഓരോ ഫീൽഡിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാണ് ഇത് ഓരോ മേഖലയിലും എടുക്കേണ്ടത്. താങ്ക് യു.